വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചിട്ട് ഇതുപോലെ സോഫ്റ്റായി കിട്ടണം. ഇനി മാവ് നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമുക്ക് അടച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലിൽ 1 ഉള്ളിയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം കൂടി പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. ഓവറായിട്ട് വെന്ത് ഒടിയൊന്നും വേണ്ട. ക്യാരറ്റ് ഒന്ന് റെഡിയായപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും ഒരു മുട്ടയും കൂടി ഉടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ചിക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കി എടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ബട്ടൂരയുടെ മാവ് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നെഡ് ചെയ്യണം. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റി വെക്കാം. ഈ ബോൾ നമ്മളൊരു പൂരിയുടെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം, അല്ലെങ്കിൽ ബട്ടൂര അത്ര അങ്ങ് പൊങ്ങി വരൂല. എന്നിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഒരു ഹാഫ് മൂണ്ടൊക്കെ ഷേപ്പിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കണം. ആ മാവ് വെച്ചിട്ട് ഒരു 8 ബട്ടൂരയാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് മുട്ടയിലും റൊട്ടിപ്പൊടിയിലും കൂടി കവർ ചെയ്യണം. ഞാനിപ്പോൾ ഒരു മുട്ട ഉടച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് റൊട്ടിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് രണ്ടിലും കവർ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യണം, ബ്രെഡ് പൊടി അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ബട്ടൂര ഒന്ന് ഫ്രൈ ചെയ്യണം. ചൂടായ എണ്ണയിലേക്ക് അതിട്ട് കൊടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് തവി വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായി പൊങ്ങി കിട്ടിക്കോളും. മൈദയല്ല, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് കുറച്ച് സ്പീഡിൽ ഈ വീഡിയോ വിടുന്നത്. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച കളർഫുൾ ഫില്ലിംഗ് ആണിത്. നമുക്കിത് ബട്ടൂരൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബട്ടൂര ഒന്ന് എടുക്കുക, അതിൻ്റെ നടുവിലൊന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ നടുവിൽ നമുക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം. കുറച്ച് തിരക്കിലാക്കിയതുകൊണ്ടാണ് ആദ്യത്തെ അത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് മുറിഞ്ഞു പോയത്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കാമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ എഗ് സ്റ്റഫ്ഡ് ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്